കണ്ടോ, രക്ഷപ്പെട്ടു. അല്ല, ഇതെന്റെ കൂട്ടുകാരൻ നാഗേഷാണല്ലോ. ഇവനെന്തിനാ വിഷമിച്ച് നടക്കുന്നത്? ചിലപ്പോ നാഗേഷ് എന്നുള്ള പേര് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും. എന്തു പറ്റി സുഹൃത്തെ, നീ എന്തിനാണ് കരയുന്നത്? ഇന്നലെ ഡാൻസ് മത്സരത്തിൽ വെച്ച് ജഡ്ജ് എന്നോട് ചോദിച്ചു, നിനക്ക് ഡാൻസ് അറിയാമോന്ന്. അങ്ങേരെ ഡാൻസ് കണ്ടതിന് ശേഷമാണ് ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. ഇനി ഞാൻ ആ ഷോയിൽ നിന്ന് അകത്താവോ പുറത്താവോ ഈരിപ്പാവോ കിടപ്പാവോ എന്നൊന്നും അറിയില്ല. വീട്ടില് പരിപ്പ് വേവിച്ചപ്പോ കുക്കർ അടക്കമാണോ എടുത്ത് വിഴുങ്ങിയത്? ഓന്ന് പറഞ്ഞാണല്ലോ വിസില് പോകുന്നത്. നിങ്ങൾ എന്തായാലും പോയി കളിച്ചോളൂ, ഞാൻ ഇദ്ദേഹത്തോടൊപ്പം ഇവിടെ ഇരിക്കാം. ഇവൻ ഓ എന്ന് കോവുകയാണല്ലോ. അപ്പോൾ ഇവൻ തീർച്ചയായിട്ടും നമ്മളെ പോലൊരു കുറുക്കൻ തന്നെ. എല്ലാ കുറുക്കന്മാരും സിറ്റിയിൽ നിന്ന് മാറി കുറുക്കേശ്വരത്താണ് താമസിക്കുന്നത്. ഇവനും അവിടെ വേണം താമസിക്കാൻ. കണ്ടില്ലേ, ഇവിടെ ഈ നഗരത്തിൽ താമസിച്ച് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. ഓ, നിങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ലല്ലോ. ക്യാച്ച് എന്ന് പറഞ്ഞാൽ അവനെ പോയി പിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. നാഗേഷേ, ആ ക്രിസ്പി ഇങ്ങോട്ടിടേ. നീ ഞങ്ങളുടെ കൂടെ വന്ന് ഒരിക്കൽ കളിച്ചു നോക്ക്, നല്ല രസമായിരിക്കും. ഇപ്പൊ എന്റെ ഊഴമാണ്. അടിപൊളി. Now run. അയ്യോ, എടാ ഓടാനാടാ ഞാൻ പറഞ്ഞത്, കഴുതകളെ. അല്ല, ഇവര് നാഗേഷിനെ കൊണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾക്ക് 4 പേർക്കും ഇപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുറുക്കനെ കൊണ്ടുപോവുകയാണ്. അയ്യോ കൂട്ടുകാരെ, ഇവര് കൺഫ്യൂഷൻ ആയിട്ട് നാഗേഷിനെ ഒരു കുറുക്കനായിട്ടാ കണ്ടിരിക്കുന്നേ. കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാ. ഇന്നലെ ഈ പോപ്പട്ട് തന്നെ ട്രാഫിക്കിന്റെ മുമ്പിൽ പോയി നിൽക്കുമായിരുന്നു. ഗ്രീൻ സിഗ്നൽ ആണെന്ന് ആൾക്കാർ വിചാരിച്ചത്. അന്നേരം എല്ലാരും ഇവന്റെ മേൽത്തിട്ട് വണ്ടി കയറ്റിയായിരുന്നോ? ഇല്ലില്ല, പെട്ടെന്ന് ഇവൻ തിരിഞ്ഞപ്പോ ആൾക്കാർ ഇവന്റെ ചുണ്ട് കണ്ടിട്ട് റെഡ് സിഗ്നൽ ആണെന്ന് വിചാരിച്ച് അവിടെ നിന്നു. എന്നെ ഇട്ട് വാരിയത് മതി. അവന്മാരെ പോയി പിടിക്ക്. ഇവന്മാരെ ഞാൻ ഇപ്പൊ ഓടിച്ച് കാണിച്ചു തരാം. പിള്ളാരെ, കുറച്ച് റൈറ്റിലേക്ക് തേങ്ങ, ഇനി കുറച്ച് ലെഫ്റ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ കരം പൊട്ടിച്ചു. ഹലോ. അയ്യോ, ആഹാ, അടിപൊളി. We are winning.
നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. യു ആർ സ്റ്റുപ്പിഡ് ഇഡിയറ്റ്. അയ്യോ, ഞാൻ നിന്നെയൊക്കെ വഴക്ക് പറഞ്ഞതാണ്. ഒരു കുറുക്കനായിട്ട് പോലും കൂവാൻ അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതൊക്കെ പോട്ടെ, ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മാഗി നൂഡിൽസിന്റെ പാക്കറ്റ് എടുത്ത് ഇടിയപ്പത്തിന്റെ പാക്കറ്റ് ആണെന്ന് പറഞ്ഞ് വാങ്ങാൻ നോക്കിയത് ആരാണ്? ഒന്ന് മിണ്ടാതിരിക്കണ. നീ കുറുക്കനാണെന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിച്ചു. അതിനുവേണ്ടി എപ്പോഴും ഔ ഔ എന്നിങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? എനിക്ക് വിഷമം വരുമ്പോ ഞാൻ ഊന്ന് ഓരിയിടും. കാരണം അങ്ങനെ ചെയ്താൽ എന്റെ സ്ട്രെസ് കുറയും. എനിക്ക് വിഷമമുണ്ട്, കാരണം കുട്ടിക്കാലത്ത് എന്റെ സ്വർണത്തിന്റെ സ്പൂണിൽ കോരിയാണ് പാല് കുടിപ്പിച്ചിരുന്നത്. പക്ഷേ അത് നല്ലൊരു കാര്യമല്ലേ? അല്ല, ആ സ്പൂൺ ഇപ്പോഴും എന്റെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. വരൂ, അതേതായാലും നന്നായി. എന്റെ സാറേ, ദേ ആർ ഗോണിന്റെ അർത്ഥം അവര് വരുന്നുണ്ടെന്നാണ്. സാറിനും അധികം ഇംഗ്ലീഷ് അറിയില്ല അല്ലേ? നായകനെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടി വരും. ഇതാ പോയ കുറുക്കന്റെ ID കാർഡാണ്. ഇവന്മാർ കുറുക്കേശ്വരത്തെ താമസം. നമുക്ക് അവിടേക്ക് പോകാം. അതിഗംഭീരമായിരിക്കുന്നു കൂട്ടുകാരെ. ഐ വിൽ ഗിവ് യു ഗിഫ്റ്റ്. എടാ, ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരുമെന്ന്. എനിക്ക് വിഷമമുണ്ട്, കാരണം എനിക്ക് മാത്സിന് 100-ൽ 100 മാർക്കും കിട്ടി. വേൾഡ് റെക്കോർഡ്സിൽ എന്റെ പേരുണ്ട്. എന്റെ അച്ഛൻ എനിക്കൊരു കാർ ഗിഫ്റ്റ് ആയിട്ട് തന്നു. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഈ കയറ് ഭയങ്കര ടൈറ്റ് ആണ്, ഒന്ന് ലൂസ് ആക്കൂ. കാരണം എനിക്ക് അപ്പോഴേ ശ്വാസം എടുക്കാൻ പറ്റൂ. ഇല്ല, ഞാൻ ഈ കയറുകൾ അഴിച്ചാൽ നീ ആ പൂച്ചകളുടെ അടുത്തേക്ക് ഓടിപ്പോകും. എല്ലാ കുറുക്കന്മാരും ഈ കുറുക്കേശ്വരത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് നീയും ഇന്നു മുതൽ ഇവിടെ താമസിച്ചാൽ മതി. അതുവഴി ആ, അതെനിക്കറിയാം. അയ്യോ, വി ആർ സേഫ് എന്ന് വെച്ചാൽ അപകടം ഉണ്ടെന്നാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് പോലും നന്നായിട്ട് അറിയില്ല. എന്നാ പിന്നെ പേടിക്കുക എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ എങ്കിലും നന്നായിട്ട് ഇട്ടൂടെ? ഇതാണോ പേടിക്കുന്നതിന്റെ എക്സ്പ്രഷൻ? ഈ നായേഷ് ഞങ്ങളുടെ സോർദാറിനെ പോലെയാണ്. അപ്പോൾ ഈ സോർദാറും കുറുക്കനാണെന്ന് അർത്ഥം. കൂട്ടുകാരെ, ഇവനെയും ഈ പൂച്ചകളിൽ നിന്ന് വേഗം രക്ഷിക്കുക. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ നായ തന്നെയാണ്. വേണമെങ്കിൽ കുറച്ച് കാണിക്കാം. അയ്യോ, ക്ഷമിക്കണം, ഇതെന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. സോറി. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ 4 ഇവിടെ നടി കൊണ്ടിട്ട് പോകൂ എന്ന് മനസ്സിലായി. കൂട്ടുകാരെ, ഇവന്മാർക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നായകനെ കൊണ്ട് നമുക്ക് എത്രയും വേഗം ഇവിടെ രക്ഷപ്പെടണം.
നീ ഒരു വൃത്തികെട്ടവനും വിവരദോഷിയാണോ? അല്ല. അപ്പൊ പിന്നെ ഇവൻ നിന്നെ കുറിച്ച് അങ്ങനെ പറയാൻ എന്താ കാരണം? ഐഡിയ, ഈ കുറുക്കന്മാർക്ക് അവരുടെ രീതി തന്നെ മനസ്സിലാക്കി കൊടുക്കാം. അല്ല കുറുക്കൻ ചേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ, നായ്ക്കൾ രാത്രിയിൽ കള്ളന്മാരെ കണ്ടാൽ എങ്ങനെയാണ് കുരയ്ക്കാറ്? ബൗ. ജീവിതത്തിൽ എന്താണ് മാറാൻ പാടില്ലാത്തത്? ഭൗ. മനുഷ്യർക്കുള്ള ചീത്ത ഗുണം എന്താണ്? അഹം. ഭൗ. ഇത്രയും ഭൗ ഭൗ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംശയം, ഇവൻ കുറുക്കനാണോ അതോ നായയാണോ? അടിക്കണേ. അയ്യോ 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 എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം ഞാൻ തെറ്റായാണ് മനസ്സിലാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. കൂടാതെ ഈ നായേഷിനെ വല്ലാത്ത തെറ്റിദ്ധാരണ മൂലം ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. എന്റെ ആ ധാരണ ശരിയായ ധാരണയല്ലെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു ധരിപ്പിച്ചു. കൊള്ളാം, എന്തുമാത്രം കൺഫ്യൂഷൻ ആക്കിയാ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഐ ആം എക്സ്ട്രീംലി സോറി. ഇപ്പോഴും ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റമില്ലല്ലേ? അല്ല, ഞാൻ മാപ്പ് തന്നെയാണ് ചോദിച്ചത്. എന്തായാലും ഇവരുടെ തെറ്റിദ്ധാരണ ഇപ്പൊ മാറി കിട്ടിയില്ലേ? താങ്ക് യു, ഞാൻ രക്ഷപ്പെട്ടു. ബൗ. ബൗ.